ഇത് മലയാള സിനിമക്ക് കുറേയേറെ നല്ല സിനിമകൾ നിർമ്മിച്ച് മലയാള സിനിമയുടെ യശസ് ഉയർത്തിയ വിളിപ്പേര് മാക്കലി, മഞ്ഞളാകുഴി അലി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിന്ന് സിനിമയിൽ ഒരു സിനിമാ പ്രവർത്തകനായി നിൽക്കുന്നതിന് 2-3 വ്യക്തികളോട് ഞാൻ കടപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് എൻ്റെ ഗുരുനാഥൻ മരിച്ചുപോയ ഡയറക്ടർ എ ടി അബൂക്കയാണ്. എ ടി അബൂക്ക സംവിധാനം ചെയ്ത ഇദ്ദേഹം നിർമ്മിച്ച ആദ്യ സിനിമ ധ്വനി, ആ സിനിമയുടെ സഹസംവിധായകനായിട്ടാണ് ഞാൻ സിനിമയിൽ വന്നത്. KSRTC ഓഫീസിൽ ഒരു ഗുമസ്തനായത് തന്നെ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്നും ഞാനൊരു ബെൻസ് കാറിലേക്കാണ് കയറിയത്. സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് അലയേണ്ടി വന്നിട്ടില്ല എനിക്ക്, അലിക്കയുടെ വണ്ടിയിലേക്ക്. റസാഖിനെ ഞാൻ ആദ്യം കാണുന്നത് എൻ്റെ പടത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ്. അന്ന് വളരെ വികൃതമായിരുന്നു വേഷം. ഇതേപോലെ എത്ര സുന്ദരനൊന്നും ആയിരുന്നില്ല. താടി നീട്ടി, വലിയ ഒരു ലോങ് ഹെയർ, ഒരു ഇപ്പി സ്റ്റൈൽ, ഒരു ജുബ്ബ അലക്കിയിട്ട് തന്നെ ഒരു 6 മാസമൊക്കെ ആയെന്ന് തോന്നും. അതേപോലെ തന്നെ ഒരു ജീൻസും ഇതെല്ലാം കൂടി കണ്ട് ലൊക്കേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു. ബീഡി ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വലിക്കുന്നു. ഈ ലോകത്തിനോട് തന്നെ ഒരു പുച്ഛം എന്നുള്ള ഒരു ഭാവം പിന്നെ മുഖത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോലവും അതിൻ്റെ കോപ്രായത്തരൊക്കെ കണ്ട് ഞാൻ വിളിച്ചു ചോദിച്ചു, അല്ല നിങ്ങൾ ആരാണ്? റസാഖ് ആ നീണ്ടൊരു താടി ഉണ്ട്, ആ താടി ഇങ്ങനെ പിടിച്ച് എന്നോട് പറഞ്ഞു, അത് തന്നെയാണ് ഞാനും അന്വേഷിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഇദ്ദേഹത്തിൽ അതിൻ്റെ ഓപ്പൺനെസ് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പിന്നെ കൂടുതൽ അടുത്ത് സംസാരിച്ചപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. കുറേയധികം കഴിവുള്ളൊരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സിനിമാ രംഗത്തേക്ക് വരാനും അതൊരു ധൈര്യം കൊടുക്കാനും ഞാൻ പിന്നെ ശ്രമിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, മറ്റുള്ള കാര്യങ്ങളൊക്കെ റസാഖിൻ്റെ 100% അദ്ദേഹത്തിൻ്റെ കഴിവാണ്. ഒരു കാര്യമായിട്ട് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, റസാഖിനെ കൊണ്ട് ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് എഴുതിച്ച ഞാനാണ്. 2 സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. ആ 2 സ്ക്രിപ്റ്റ് എനിക്ക് തോന്നുന്നു 15 ദിവസം കൊണ്ടാണ് 2 സ്ക്രിപ്റ്റുകൾ എഴുതിയത്. ഞങ്ങൾ ആ കഥകൾ ഡിസ്കസ് ചെയ്ത് ഒരു ദിവസം ഒരു ട്രെയിൻ യാത്രയിലാണ് ഡിസ്കസ് ചെയ്ത് ആ സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞു. 2 ആഴ്ച കൊണ്ട് 2 സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞാൽ സിനിമ ഇതിൽ തന്നെ വളരെ അത്ഭുതമായിരിക്കും. ഇവർ അമൃത TV നിന്നാണ് നക്ഷത്രങ്ങൾ ഇതുവഴി എന്ന് പറഞ്ഞ പരിപാടിൻ്റെ ഷൂട്ടിങ്ങിന് വന്നാ. അപ്പം ഉമ്മാൻ്റെ മോൻ ഇപ്പോൾ നക്ഷത്രങ്ങളെ കൂടുതലാണ് ഇവർ പെടുത്തിയിട്ടുള്ളത്. ശരിയാണ്. അത്ര ഉണ്ടോ? ഉണ്ടല്ലോ. ആ, ഇത് എൻ്റെ ഉമ്മ വാഴയിൽ ഖദീജ. ഉമ്മയെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, എൻ്റെ ഉമ്മ ആയതുകൊണ്ട് ഒരു ഭാഗ്യവതിയാണെന്നല്ല ഞാൻ പറയുന്നത്. മലയാള സിനിമയിലെ 2 തിരക്കഥാകൃത്തുക്കളുടെ ഉമ്മയാണ്. അതും മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി തുറക്കൽ ഈ വീട്ടിലിരിക്കുന്നത് എൻ്റെയും ടി.എ. ഷാഹിദിൻ്റെ. ഞാൻ എപ്പോഴും എവിടെ പറയുമ്പോഴും, ഏത് TV യിൽ പറയുമ്പോഴും പത്രത്തിൽ പറയുമ്പോഴും ഉപ്പനെക്കുറിച്ചാണ് കൂടുതൽ പറയുക. പലയിടത്തും ഞാൻ ഉമ്മയെ പറയാറില്ല. സത്യത്തിൽ ഞാൻ എൻ്റെ ഈ മുറ്റത്താണ് എൻ്റെ കലാജീവിതം തുടങ്ങിയതും അതിൻ്റെ വളർച്ചയും. നാടകങ്ങളായിരുന്നു. ഒരു 10-40 ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കുക, അവരെ കൊണ്ടു നടക്കുക, അതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം. ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുമായിരുന്നു എൻ്റെ ഉമ്മ. ഇപ്പം എൻ്റെ ഉമ്മ അതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അന്നേ കാലം തൊട്ട് തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ കലാജീവിതം അവസാനിച്ചു പോകും. ഞങ്ങൾ 5 മക്കൾ, അതിൻ്റെ താഴെ അനിയത്തി, എൻ്റെ താഴെ അനിയത്തി, പിന്നെ 3 ആൺകുട്ടികൾ. അതിൽ ഏറ്റവും ഇളയനാണ് ഷാഹിദ്. അപ്പോൾ അവരെ കൊണ്ടൊന്നും സത്യത്തിൽ വലിയ ദ്രോഹം എൻ്റെ ഉമ്മക്ക് ഉണ്ടായിട്ടില്ല. എന്നെക്കൊണ്ട് സഹിച്ചത്ര ഒന്നും സഹിച്ചിട്ടുണ്ടാവില്ല. നേരത്തെ മുൻകൂട്ടി പറയാത്തതുകൊണ്ട് ചില കാര്യങ്ങൾ എനിക്ക് തുറന്ന് പറയാപ്പോൾ ഉമ്മാനോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പറയണ്ടെന്ന് പറയും. അത് വേറെ കാര്യമൊന്നുമല്ല. കുട്ടിക്കാലം മുതൽ നമ്മുടെ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ കാണുക. സിനിമ കാണാൻ വേണ്ടി കാശുണ്ടാക്കാൻ ഞാൻ ചെയ്യാത്ത തെറ്റുകളൊന്നുമില്ല ഈ വീട്ടിൽ. ഇപ്പോൾ എന്തെങ്കിലും കാശ് കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അത് മോഷ്ടിക്കുക. ഞാൻ സിനിമയിൽ ഒരു എഴുത്തുകാരനായില്ലായിരുന്നെങ്കിൽ, സിനിമയിലെത്തിയില്ലായിരുന്നെങ്കിൽ ഞാനൊരു പക്ഷേ അറിയപ്പെടുന്ന ഒരു ക്രിമിനലായി പോവുകയും നല്ലൊരു കള്ളനാവും. കാരണം ശാസ്ത്രീയമായിട്ട് മോഷണം നടത്തിയിരുന്നു ഞാൻ ചെറുപ്പത്തിൽ. അത് പിന്നെ പുറത്തു പോയി നടത്തിയാൽ പോലീസ് പിടിക്കില്ലേ? എൻ്റെ ഉപ്പ കൊണ്ടുവച്ച പൈസ അത് 5 രൂപ 10 രൂപ ഒക്കെയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പൈസ വാച്ച് പണയം വെച്ചിട്ട് അന്ന് വാച്ചും പാൻറ്റും ഷൂ. സാധാരണ ബസ് ഡ്രൈവറുടെ മകനാണ് ഞാൻ. വലിയ പണക്കാരുടെ കുട്ടികൾക്കൊന്നും അന്ന് സ്കൂളിൽ വരുമ്പോൾ കയ്യിൽ വാച്ചും പാൻറ്റും ഷൂ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഉപ്പ എന്നെ പ്രത്യേകിച്ചും
കൊണ്ടു നടന്നിട്ടുള്ളത്. അതിന് കാരണം വെച്ചാൽ എൻ്റെ ഉപ്പാൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ദാരിദ്ര്യവും അനാഥത്വമായിരുന്നു. എൻ്റെ സിനിമയിലെ പല കഥാപാത്രങ്ങൾക്കും ഒരു അനാഥൻ്റെ മുകളിലുള്ളതും ശ്രദ്ധിച്ചാൽ അറിയാം, എൻ്റെ പല കഥാപാത്രങ്ങളും അനാഥരാണ്. അതിന് കാരണം എൻ്റെ ഉപ്പ പറഞ്ഞു തന്നിട്ടുള്ള കഥകളും എൻ്റെ ഉപ്പയെക്കുറിച്ചുള്ള എൻ്റെ വേദനകളുമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, പിക്നിക്ക് എന്ന് പറഞ്ഞ സിനിമ കാണാൻ പോകാൻ വേണ്ടിയിട്ട് വാച്ച് പണയം വെച്ചു. അപ്പോൾ ഉപ്പ വളരെ സ്നേഹപൂർവ്വം എൻ്റെ ഏതാവശ്യം നടത്തി തരുന്ന എൻ്റെ ഉപ്പനോട് ഞാൻ കള്ളം പറയും. വാച്ച് എവിടെ വെച്ചപ്പോൾ സ്കൂളിലൊരു കുട്ടി കല്യാണത്തിന് പോകാൻ വേണ്ടി കടം വാങ്ങിച്ചതാന്ന് പറഞ്ഞു. അത് അങ്ങനെ പൈസ ഉണ്ടാക്കി പിന്നെ ഇപ്പോൾ വന്ന് എടുക്കണം. അപ്പോൾ ഒരു തവണ ഒരു വാച്ച് ഞാൻ പറഞ്ഞു സേവനവാരം നടക്കുമ്പോൾ കിണറ്റിൽ വീണു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു മോട്ടർ വെച്ചിട്ട് ആ കിണർ വറ്റിച്ച് നോക്കിയാലോ എന്ന് വെച്ചു. ഇപ്പോൾ കയറിയത് ഞാനെന്തോ ചെയ്തതാണ്. അതിനൊരു തവണ. രണ്ടാമത്തെ തവണ പിടിക്കപ്പെടുന്നു തോന്നിയപ്പോൾ എൻ്റെ വീട്ടിൽ വിരുന്ന് വന്ന എൻ്റെ ഒരു അമ്മായിയുടെ മാലയിൽ നിന്നൊരു കഷ്ണം മോഷ്ടിച്ചു ഞാൻ. ഇതൊക്കെ പറയണോ? അത് പറയണോ? എന്തിനാ അങ്ങനെ പറയുന്നത്? അപ്പോൾ ഇത് ഇന്നാണ് ഞാനതിൻ്റെ ഗൗരവവും വിലയും മനസ്സിലാക്കുന്നത്. ഒരു കൊച്ചുകുട്ടി എന്തൊരാവശ്യത്തിനും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം, എൻ്റെ ഉപ്പാനെ അത് എത്രത്തോളം വേദനിപ്പിച്ചു. ആ സംഭവം അത് പിടിക്കപ്പെട്ടു. അല്പനേരം കഴിഞ്ഞപ്പോൾ പിടിക്കപ്പെട്ടു. എൻ്റെ ഉപ്പ തന്നെ കൃത്യമായിട്ട് പിടിച്ചു. ഞാൻ സാധനം എടുത്തു കൊടുത്തു. പക്ഷെ അന്ന് രാത്രി ഇപ്പോൾ കരഞ്ഞു. ആ കണ്ണീര് എൻ്റെ മനസ്സിലേക്കാണ് വീണത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലും പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും ഒരാളുടെ 5 പൈസ ജീവിതത്തിന് ഒരിക്കലും മോഷ്ടിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ തമാശക്ക് പറഞ്ഞതല്ല, ഒരു കുട്ടി രൂപപ്പെടുന്നത് പ്രത്യേകിച്ചും നമ്മുടെയൊക്കെ മനസ്സിൽ ഇത്തിരി കലയും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഒരു അതിബുദ്ധി എവിടെയുണ്ട്. അത് നല്ല രീതിയിലല്ല വളരുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കലാകാരന് പെട്ടെന്ന് ക്രിമിനലാകാൻ പറ്റും. അപ്പോൾ അതൊക്കെ സഹിച്ച ആ എല്ലാ വേദനകളും എൻ്റെ ഉപ്പ എന്നെ തല്ലുമ്പോൾ നടക്ക് നിന്നിട്ട് എന്നും അടി വാങ്ങിച്ചിട്ടുള്ളത് എൻ്റെ ഉമ്മയാണ്. ഇത് ഞങ്ങളുടെ പല്ലവി മ്യൂസിക് ക്ലബ്ബ്. ഒരു പക്ഷേ ഒരു 4 നൂറ്റാണ്ടിലധികമായി ഈ കൊണ്ടോട്ടിയുടെ കലാജീവിതത്തിൽ ചെറുതായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു ചെറിയ കലാസമിതി, ഒരു മ്യൂസിക് ക്ലബ്ബ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രാണവായുവാണ് ഈ മ്യൂസിക് ക്ലബ്ബ്. അത് പറയുമ്പോൾ ഞാൻ ഇമോഷണലാവും. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ 3 വ്യക്തികളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇത് കുഞ്ഞാലൻ മാഷ്, കൊണ്ടോട്ടി UP സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം റിട്ടയർ ചെയ്തു. അത് ഒരു കുഞ്ഞാലൻ. മറ്റൊരാൾ എൻ്റെ വകയിൽ അമ്മാവനാണ്. അതും ഒരു കുഞ്ഞാലനാണ്. പേര് കുഞ്ഞാലൻ. ഞങ്ങളൊക്കെ കുഞ്ഞുട്ടി എന്ന് വിളിക്കും. ഞങ്ങളുടെ നാട്ടിലെല്ലാവർക്കും ഇരട്ടപ്പേരുകളുണ്ട്. എന്നെ നാട്ടുകാർ വിളിക്കുന്നത്, വീട്ടിൽ വിളിക്കുന്നത് കുഞ്ഞാപ്പൂ എന്നാണ്. ഇത് വേറൊരു കുഞ്ഞാലൻ. പിൻകാലത്ത് എൻ്റെ മറ്റ് നാടകങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിരുന്നത് കുഞ്ഞാലൻ മാഷും കുഞ്ഞുട്ടിയായിരുന്നു. അന്ന് ഈ കുഞ്ഞാലൻ ഇവിച്ചാപ്പൂ നാടകത്തിൽ അഭിനയിക്കുകയും അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു കലയുടെ ലോകത്താണ് ഞങ്ങൾ ഉണ്ടായിരുന്നിട്ടുള്ളത്. പിന്നെ ഈ 3 വ്യക്തികളുടെ ഒരു പ്രത്യേകത വെച്ചാൽ, പക്ഷേ ലോകത്ത് തന്നെ 3 കുഞ്ഞാലന്മാർ മാത്രം കൊണ്ടു നടക്കുന്ന ഒരു മ്യൂസിക് ക്ലബ്ബ് ഉണ്ടാവില്ല. ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളായിട്ട് വന്നപ്പോൾ നമ്മളെ കൈപിടിച്ച് കൊണ്ടുവരികയും നമ്മളിരുത്തുകയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും, എൻ്റെ എല്ലാ കലാപ്രവർത്തനങ്ങളിലും എന്നോടൊപ്പം നിന്നിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരാണ്.